ഞാൻ നമ്മൾ FXTM എങ്ങനെയാണ് ഫണ്ട് ഇടുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ കാണിച്ചു തരാം. ആദ്യം FXTM നമ്മൾ എന്ത് ചെയ്യും, ലോഗിൻ ചെയ്ത് കയറുകയാണ്. ആ വെരിഫൈ എന്നുള്ളിടത്ത് അമർത്തി കഴിഞ്ഞാൽ അങ്ങനെ വരും. സെലക്ട് ഇൻ ദിസ് ഓർഡർ, ആദ്യം ഒരു ലൈറ്റർ, രണ്ടാമത് കാണുന്നത് ഒരു TV. അപ്പോൾ അത് രണ്ടും ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. വെരിഫിക്കേഷൻ സക്സസ് കാണിക്കുന്നുണ്ട്. ഇനി ലോഗിൻ ബട്ടണിൽ ഒരിക്കൽ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്ത് കയറുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ, കയറി. ഇനി ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ടോപ്പ് റൈറ്റ് കോർണറിലുള്ള 3 കുത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ അക്കൗണ്ട് ഓവർവ്യൂ എന്നുള്ളിടത്ത് അമർത്തുക. അപ്പോൾ നമ്മളെ അക്കൗണ്ടിനകത്ത് നമുക്ക് കാണുന്നുണ്ട് 2 അക്കൗണ്ട്സ് കാണുന്നുണ്ട്. ഒരു അക്കൗണ്ടിൽ ഫണ്ടൊന്നുമില്ല, ഒരു അക്കൗണ്ടിൽ $106 കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു $200 ആണല്ലോ നമുക്ക് ഇടേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആ അക്കൗണ്ടിൻ്റെ അതും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ MT5 നമ്മൾ ഉണ്ടാക്കിയ ആ അക്കൗണ്ട് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ഫണ്ട്സ് എന്ന് ഇവിടെ കാണുന്ന ഈ ഗ്രീൻ ബട്ടണിലൊന്ന് അമർത്തുക. ഇപ്പോൾ ഇതുപോലെ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് അഡ്വാൻറ്റേജ് ക്ലാസിക് MT4 എന്നുള്ളത് ഇവിടെ ഫസ്റ്റത്തെ കോളം കണ്ടാവും. ആ കോളത്തിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര അക്കൗണ്ട്സ് ഇതിനകത്തുണ്ട് എന്നവിടെ കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളെ ഈ ഓരോ FXTM അക്കൗണ്ടിനോട് അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വാലറ്റ് അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് USD വാലറ്റ് ഉണ്ട്, യൂറോ വാലറ്റ് ഉണ്ട്, ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ വാലറ്റും ഉണ്ട്. നമ്മൾ സാധാരണ USD വാലറ്റൊക്കെയാണ് യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഡോളറിലാണല്ലോ അത് ഇടുക. അപ്പോൾ ഡോളർ ഇട്ട് വെക്കാൻ USD വാലറ്റ്. ബാക്കി 2 എന്താണ്, നേരത്തെ നിങ്ങൾ കണ്ട എൻ്റെ 2 അക്കൗണ്ടുകളാണ് ആ കാണുന്നത്. ഒന്ന് $106 അക്കൗണ്ടും ഒന്ന് കാലിയായ അക്കൗണ്ടും. അപ്പോൾ കാലിയായ അക്കൗണ്ട് ഈ ഒന്നാമത്തെ അക്കൗണ്ട് ആണെങ്കിൽ 656 എന്നുള്ള അക്കൗണ്ട് നമ്പറൊക്കെ അവിടെ കാണാം, ഇതവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടിലേക്കാണ് എനിക്ക് ഫണ്ട് വേണമെങ്കിൽ ആ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡെപ്പോസിറ്റ് കറൻസി ക്രിപ്റ്റോ ഉണ്ട്, INR ഉണ്ട്. നമ്മൾ ക്രിപ്റ്റോ വഴിയാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നമുക്ക് ഈ ക്രിപ്റ്റോ കറൻസിയും അമർത്തുക. എന്നിട്ട് ട്രാൻസ്ഫർ എമൗണ്ട് $200 അല്ലേ, അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യാം, 200 പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 200 USD. ഇനി ഇവിടെ ഡെപ്പോസിറ്റ് എന്നുള്ള ഭാഗത്തൊന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, USDT ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ താഴത്ത് ഇതേപോലെ ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. കണ്ടിന്യൂ ബട്ടൺസ് അമർത്തുക. ഇതുപോലെ വന്നു. ഇനി പേയ്മെൻറ്റ് സിസ്റ്റം ഇവിടെ ചോദിക്കുന്നിടത്ത് നമുക്ക് എത്ര USDT അവിടെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അത് അവിടെ വന്നിട്ടുണ്ട്. അക്കൗണ്ട് ഈ അക്കൗണ്ട് തന്നെയാണ് നമുക്ക് പൈസ ഇടാൻ പോകുന്നത്. ടു ബി ഡെപ്പോസിറ്റ് 200 ഡെപ്പോസിറ്റ് ആവും. ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ടും 200 ആണ്. ഇതിൽ ക്രിപ്റ്റോ കറൻസിയുടെ നെറ്റ്വർക്ക് ചൂസ് ചെയ്യണം. അത് ERC20 ഉണ്ട്, BEP20 ഉണ്ട്, TRC20 ഉണ്ട്. ഇതിൽ ഏത് നെറ്റ്വർക്ക് നിന്നാണോ നമ്മൾ ഫണ്ട്, ഇപ്പോൾ ബിനാൻസിൽ നിന്നാണ് നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വെച്ചോളൂ. ബിനാൻസിൽ നിന്നാണെങ്കിൽ ഇതിൽ ഏത് നെറ്റ്വർക്ക് ചൂസ് ചെയ്താലും ബിനാൻസിൽ നിന്ന് ഫണ്ട് ഇതിലേക്ക് എത്തും. പക്ഷേ TRC20ക്ക് $1 ചാർജ് ഉണ്ടാവും. അപ്പോൾ 200 ഇവിടെ എത്തണമെങ്കിൽ 201 അവിടെ എണ്ണം. BEP20ക്ക് ചാർജ് ചിലപ്പോൾ ഫ്രീ ആവണം, ചിലപ്പോൾ 20 പൈസ അങ്ങനെയൊക്കെ കാണാറുണ്ട്. അതേപോലെ തന്നെ എത്തേറിയത്തിനും ചാർജുകളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ നെറ്റ്വർക്കിനും ഓരോ നെറ്റ്വർക്ക് ഫീ ഉണ്ടാവും. അപ്പോൾ അത് ആ നെറ്റ്വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഞാൻ ഏതായാലും ഇവിടെ BEP20 സെലക്ട് ചെയ്തു. എന്നിട്ട് കൺഫേം ബട്ടൺ പ്രസ് ചെയ്തു. ഇനി ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കൂടി അവർ വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്, സബ്മിറ്റ് അടിച്ചു. ഇനി ഇവരെന്ത് ചെയ്യും, ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കേണ്ടത് എന്നുള്ള ഒരു പേജ് ഇവിടെ ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട്. ഈ പേജിനകത്ത് നമുക്ക് വാലറ്റ് അഡ്രസ്സ് ഇവിടെ കണ്ടോ, സ്ക്രീന് ഇതാണെങ്കിൽ QR ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് ഇവിടെ കണ്ടോ, അതിൻ്റെ അറ്റത്ത് ഒരു സ്ക്വയർ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് കോപ്പിയായി കണ്ടോ. ഈ അഡ്രസ്സ് കോപ്പിയായി. ഈ അഡ്രസ്സ് എനിക്ക് ബിനാൻസിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ട് ഈ അക്കൗണ്ടിലോട്ട്, അതായത് ഈ വാലറ്റിലോട്ട് നമുക്ക് $200 ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 200 ഇവിടെ കിട്ടണമെങ്കിൽ നെറ്റ്വർക്ക് ഫീ കൂടി ആഡ് ചെയ്തിട്ട് 201 കിട്ടാനുള്ള 200 ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അല്പസമയത്തിനകം തന്നെ നമുക്കിവിടെ ഈ താഴത്ത് വെയിറ്റിംഗ് ഫോർ ട്രാൻസാക്ഷൻ എന്നുള്ളിടത്ത് 200 ഡെപ്പോസിറ്റ് ആയ ഡീറ്റെയിൽസും കാണുന്നുണ്ടാവും. ബാക്ക് അടിച്ച് നമ്മളെ അക്കൗണ്ടിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മളെ അക്കൗണ്ടിൽ ഫണ്ട് ക്രെഡിറ്റ് ആയതായിട്ടും കാണുന്നുണ്ടാവും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ ബാങ്കിലൂടെ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണു, നമ്മൾ ഇത് ആഡ് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുന്നു, കയറുന്നു. ഞാൻ ബാക്ക് അടിച്ചപ്പോൾ കുറച്ച് കൂടുതൽ ബാക്കായി പോയി.
അക്കൗണ്ട് സെഷനിൽ പോവുക. നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണോ ഫണ്ട് ഇടേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ ഡെപ്പോസിറ്റ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും, ഡെപ്പോസിറ്റ് ഫണ്ട്സ്, അവിടെ അമർത്തുക. അവിടെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ക്രിപ്റ്റോ കറൻസി നമ്മളിതാ ഈ മുകളിൽ വാലറ്റ് എന്നുള്ളിടത്ത് ഞാനിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തേക്കാണ് ഇനി ഫണ്ട് ഇടണമെന്ന് നിൽക്കുക. ഇതിലേക്ക് ഒരു $100 ഇടണമെന്ന് വെക്കണമെങ്കിൽ INR ക്രിപ്റ്റോ കറൻസി, അതിൽ INR ഞാൻ പ്രസ് ചെയ്തു. INR പ്രസ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫർ എമൗണ്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടു ബി ഡെപ്പോസിറ്റ് എന്നുള്ളിടത്ത് ഞാനൊരു $201 കൊടുത്തു. കണ്ടോ, 200 എന്ന് കൊടുക്കുമ്പോൾ അതിന് എത്ര ഫണ്ട് എന്ന് അവിടെ കാണിക്കുന്നുണ്ട്, 201 കൊടുക്കുമ്പോൾ അതവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ എത്ര കൊടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ $201 ഇതിക്ക് ഇടുന്നത് വെച്ചെങ്കിൽ 17,500 രൂപ, 501 രൂപ ആവശ്യം വരും. അപ്പോൾ നമ്മൾ അതവിടെ മനസ്സിലാക്കി വെക്കുക. ദെൻ UPI ആൻഡ് നെറ്റ്വർക്ക് ട്രാൻസ്ഫർ ഉണ്ട്, ഇന്ത്യ രണ്ടാമത്തെ ലോക്കൽ പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്. ഞാൻ ഈ ലോക്കൽ പേയ്മെൻറ്റ് മെത്തേഡിലൊന്ന് പ്രസ് ചെയ്തു. രണ്ടാമത്തെ ഓപ്ഷനാണ് ലോക്കൽ പേയ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ ഇത് ആകുമ്പോൾ ഇങ്ങനെ വരും. ഇനി നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ അക്കൗണ്ടിൻ്റെ നമ്പർ, ഈ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഡീഫാൾട്ടായിട്ട് എന്തെങ്കിലും ഒരു നമ്പർ ഇവിടെ ഇങ്ങനെ കുറച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ കൺഫേം അടിച്ചു. ദെൻ സബ്മിറ്റ് കൊടുക്കുക. 17,501 ആ എമൗണ്ട് ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 17,501 എന്നുള്ള എമൗണ്ട് അയക്കേണ്ട ഡീറ്റെയിൽസ് ബാങ്ക് നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. ഉത്കർഷ് ബാങ്ക്, അക്കൗണ്ട് നെയിം മാഹി എൻ്റർപ്രൈസ്, അക്കൗണ്ട് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്, IFSC കോഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഇതിവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഓരോന്നും നമുക്ക് കോപ്പി ചെയ്ത് എടുക്കാൻ പറ്റും. ഓരോ സിംഗിൾ ക്ലിക്ക് തന്നെ കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇത് കോപ്പി ചെയ്തെടുത്തിട്ട് നമ്മളെ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ബാങ്ക് ട്രാൻസ്ഫറിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡീറ്റെയിൽസ് അവിടെ കൊടുത്ത് ബാങ്കിലോട്ട് ഇവരെ അക്കൗണ്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കാണിക്കുന്നുണ്ടാവും. ആ സക്സസ്ഫുള്ളി കാണിക്കുന്ന സ്ക്രീൻഷോട്ടിൻ്റെ തൊട്ടടിയിൽ തന്നെ ട്രാൻസാക്ഷൻ ID നമുക്കവിടെ കാണാം. ഓക്കെ, ആ ട്രാൻസാക്ഷൻ ID ഇവിടെ ഈ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ട്രാൻസാക്ഷൻ ID ഒരു നമ്പറായിരിക്കും, ഇങ്ങനെ കുറേ ഉള്ളൊരു നമ്പർ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി. മറ്റൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം നമ്മൾ കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മളെ അക്കൗണ്ടിൽ ആ ഫണ്ട് എന്തായിട്ടുണ്ടാവും, ക്രെഡിറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ളത്. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ ഡെപ്പോസിറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അടിയിൽ കാണാം, ഹിസ്റ്ററി കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള കാര്യം.